وجب الشكر علينا ماذا لله داعي പൗർണമി ചന്ദ്രൻ ഉദിച്ചു വദഇൻ താഴ്വാരം താളിർത്തു ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽക്കും. ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി MS മദനി തങ്ങൾ കൊണ്ട് അവരുടെ ആദരവും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊന്നോ ആവശ്യത്തിന് വേണ്ടി ആശംസകൾ നേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വീതി മഞ്ചലിന്റെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വളരെ നേരത്തെ തന്നെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചെന്ന ബഹുമാന്യപ്പെട്ട UM അബ്ദുൾ റഹ്മാൻ മൗലവി, സമസ്ത കേരള കേന്ദ്ര മുസാവറ അംഗം സീനിയർ ഉപാധ്യക്ഷനുമായ ഉസ്താദ് അവരുടെ എല്ലാവരുടെ പേരിലും ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള NPM സയ്യിദ് ഫസലുദ്ദീൻ ഹമീദ് കോയമ്മത്തങ്ങൾ കുന്നുകൈ ബഹുമാനപ്പെട്ട MS മദനി തങ്ങൾ ഓലമുണ്ട അവர்களையும் മൂസ മൗലവി ഒപ്രകള പി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ നെല്ലിക്കട്ട, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന അവர்களையும் ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ മഹത്തുക്കളായ കക്ഷിയുടെ പേരിൽ നാം സംഘടിക്കുകയും അവരുടെ മദ്ഹ് പറയുകയും അതുപോലെ അവരുടെ പേരിലായിട്ട് നാം ചേരണയൊക്കെ നൽകുക എന്നുള്ളത് അത് വലിയ ബർക്കത്തുള്ള കാര്യമാണ്. വളരെ പുണ്യവും സവാബുമുള്ള ഒരു കാര്യമാണ്. ഈ വീട്ടിൽ ഒരുപാട് കാലമായി എല്ലാ വർഷവും ബഹുമാനപ്പെട്ട മുത്തുപാട്ട് ദാവൂദുൽ ഹക്കീം തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം നടത്തി ഒരുപാട് കക്ഷികൾക്ക് ഇവിടെ ചേരണ വിതരണം ചെയ്യുന്നത് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് കാലമായി. ഇവിടെ ഒരു പ്രാവശ്യം മാത്രം 2003 മുതൽ ഇന്നേ വരെ മുടങ്ങാതെ കണ്ട് ഈ സദസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം എന്തോ വരാൻ പറ്റിയിട്ടില്ല. വലിയ പുണ്യമുള്ള സദസ്സാണ്. കാരണം ഇവിടെ വാലിൻ്റെ പരിപാടിയൊന്നും അല്ല. ഏതായാലും ഇവിടുത്തെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഗ്രഹനാഥൻ നമ്മളൊക്കെ വലിയ മോഹിപ്പാനാണ്. ബഹുമാനപ്പെട്ട മമ്മദാജിക്ക് ആലിമീങ്ങളോടും സാധാത്തുക്കളോടും അതുപോലെ സാധാരണക്കാരോടും എല്ലാം അവരിവിടെ എന്ന് ഇല്ല. അവർ നമ്മോട് വേണ്ട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം ഖൈറിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. മൗലിദ് മുത്തുകോട്ട മൗലിദ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നീണ്ട മൗലിദാണ്. പിന്നെ സമയമാണെങ്കിൽ ഓർസ്കാരത്തിന് ശേഷം അത് കുറേ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് അത് ഉചിതമല്ലല്ലോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച കക്ഷികൾ തന്നെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള കക്ഷികളാണ് ദാവൂദുൽ ഹക്കീം മുത്തുപാട്ട്. നമ്മുടെ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ദാവൂദുൽ ഹക്കീമിന്റെ പേരിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതുകൊണ്ടെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ വീടുമായി ബന്ധപ്പെടുന്ന കക്ഷികൾ ഒരുപാട് കക്ഷികളുണ്ട്. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കക്ഷികൾ ഈ വീടിൽ വരും. ബഹുമാനപ്പെട്ട മമതാജിയുടെ ഉമ്മ ഉമ്മ ഇവിടത്തേക്ക് വന്ന് അൽഹംദുലില്ലാഹ് പല കാര്യങ്ങളും അവർ നേടിയെടുക്കാറുണ്ട്. എല്ലാം ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ആ മുത്തുപാട്ട മക്കാമുമായി അവിടെ കിടക്കുന്ന മഹാനോടുള്ള ബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ ഞാൻ എൻ്റെ കുടുംബവും ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ചെയ്യാറും മറ്റു അമലുകളൊക്കെ മഖബൂലാവാൻ നമ്മളൊക്കെ ദുആ ചെയ്യണം എന്ന് ദാവൂദുൽ ഹക്കീമിൽ ബന്ധപ്പെട്ടി അവരെ ഉറൂസുമായി ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ
ഒരുമിച്ച് കൂടിയത്. മഹാന്മാരെ നമ്മളെ ആളുകളാക്കുക. ഞാൻ 10 വർഷത്തോളം പാറന്നൂർ ഇബ്രാഹിം സ്കാൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ സംസ്ഥയുടെ ട്രഷററുടെ ദർസിലാണ് പഠിച്ചത്. അള്ളാഹു അവരെ ആഹാരം വെളിച്ചമാക്കുകയും ദർജ ഉയർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. ഈ കണ്ണിയത്ത് ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് ഒരിക്കൽ ഞങ്ങൾ ക്ലാസ്സിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു, ഒരു നേതാവിനെ വേണമല്ലോ എല്ലാവർക്കും. നമ്മൾ കണ്ണിയത്ത് ഉസ്താദ് നേതാവാക്കുന്നത് അവരെ വഫാത്തിന്റെ ശേഷം പിന്നെ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി. ഇനിയെപ്പോഴാണ് നമ്മൾ ആരാണോ നേതാവാക്കുന്നതെന്ന് ചോദിച്ചു. ഉസ്താദ് തന്നെ പറഞ്ഞ് നമ്മൾ മരിച്ചു പോയ നേതാവ് എന്നാക്കുക തന്നെ, എന്താ പിന്നെ ആളെ മാറ്റേണ്ടിയില്ലല്ലോ. അതുപോലെ നമ്മുടെ മഹാന്മാരെ നമ്മുടെ വേറെ ആളെ മാറ്റിപ്പിടിക്കുക. ശംസുല്ലമ്മയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഷെയ്ഖ് ദാവൂദുൽ ഹക്കീം. ഇപ്പോഴും കറാമത്തുകൾ വളരെ ലാഹിറായ നിലക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഈസയുടെ ഭാഗത്തിലൂടെ നിരവധി കറാമത്തുകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഖിലാസോടുകൂടി നമുക്ക് ആത്മീയമായി ഉയരണം, നമ്മുടെ കൽബ് ശുദ്ധിയാവണം, വൃത്തിയാവണം എന്ന ആഗ്രഹത്തോടുകൂടി മഹാന്മാരായ സയ്യിദന്മാർ ഇഷ്ടം പോലുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ നമ്മൾ ദാവൂദുൽ ഹക്കീം തങ്ങളെ മദ്ഹുകൾ പാടുക. അത് പാടുമ്പോൾ തന്നെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ഹദീസിലുള്ളത്. അള്ളാഹു നമ്മുടെ സദസ്സിന് ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സദസ്സായി അള്ളാഹു കബൂൽ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وسلم. ആദരണീയനായ സാദാത്യങ്ങളെ, ബഹുവന്യരായ ഉലമാക്കളെ, മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ആദരിച്ച മഹാന്മാരിൽപ്പെട്ട ഒരു വലിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ദാവൂദുൽ ഹക്കീം കുത്തപ്പേട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ. അവിടുത്തെ വിലായത്തിൻ്റെ ദറജയും കറാമത്തിൻ്റെ മഹത്വങ്ങളും ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. എവിടെയെങ്കിലും വഹാബിയോ മൗദൂദിയോ കറാമത്ത് അംഗീകരിക്കാത്ത അവിടെ കൊണ്ടുപോയാൽ ഏത് വഹാബിയും അവൻ്റെ ആ വഹാബി മതത്തിൽ നിന്ന് മാറും. ആ നിലയിൽ ലാഹിറായ നിലയിലുള്ള വലിയ കറാമാത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ബഹുമാനപ്പെട്ടവരെ മദ്ഹ് ചെയ്തുകൊണ്ട് എഴുതിയ ആ ബെയ്ത്തുകൾ മുത്തുപ്പെട്ട ദർഗയുടെ ഉള്ളിൽ പ്രത്യേകം ഫ്രെയിം ചെയ്ത് അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ആ ദർഗയിലേക്ക് പ്രവേശിക്കുകയും അവിടെ സിയാറത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ വളരെ വലിയ അദബോടുകൂടെയും ആദരവോടുകൂടെയും ആയിരുന്നു ബഹുമാനപ്പെട്ടവർ അത് നടത്തിയിരുന്നത്. ഒരു ദിവസം ശംസുല്ലമ മഹാനവറുകൾ സിയാറത്ത് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ആ മക്കാം ഒരു ഇടുങ്ങിയ രൂപത്തിലായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ പുത്തൂർ കുപ്പട്ടി ഭാഗത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മൈലാരനാണ്. അയാൾ ശംസുല്ലമാൻ്റെ കൈ പിടിച്ചിട്ട് ദ്വാരക്കണമെന്ന്. ശംസുല്ലമാക്ക് ചൊടി വന്നിട്ട് എൻ്റെ ചൊടി വരാനുള്ള കാരണം അറിയാം. അത്ര ബഹുമാനപ്പെട്ടവർ മുത്തുപ്പെട്ട മഹാനവറുകൾ ആദരിച്ചിരുന്നു. അവിടെ നിന്ന് വേറൊരാൾ അവിടെ ദ്വാരക്കാൻ വേണ്ടി പറയുന്നത് പോലും അതവിടുത്തെ അലീമായ ഖദറിനോട് യോജിക്കാത്തതാണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തന്നവരാണ് മഹാനവറുകൾ. അപ്പം ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ദറജ എത്ര വലിയതായിരിക്കുമെന്ന്
നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാരിൽ അവരെ ആ വഴിയിൽ കൂടിയ ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവരുടെ ഇബാറാത്തുകളും അവരുടെ വാക്കുകളും അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൂടിയ ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടല്ല ഇബ്നുൽ അറബി തങ്ങളുടെ കിതാബ് സാധാരണക്കാരായ ആളുകൾ ഓതാൻ പാടില്ല എന്ന് ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയാനുണ്ടായ കാരണം അവരുടെ ഇഷാറാത്തുകളും വാക്കുകളും സൂചനകളും ഒന്നും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഞാൻ നീട്ടി മഹാനവരുടെ ഭക്തത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അറിവുകളാകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സദസ്സിലിരിക്കുമ്പോൾ വലിയ അറിവ് വേണം. അതുപോലെ തന്നെ എണീറ്റ് പോലെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അറിവ്. കാരണം മുത്തുപ്പെട്ട പോയ ആൾക്ക് കാണാം മക്ബറയുടെ കുറേ മുൻഭാഗത്ത് ഒരു ബോർഡ് ആദാ നമുക്കിപ്പോൾ സദത്തിലായി എഴുതിയിട്ടുണ്ട്. സദത്തുള്ളായി മഹാനവറുകൾ മുത്തുപ്പെട്ട ദാവൂദിനെയും തമ്മിലെടുത്ത് ജിയാർത്തിന് വരുമ്പോൾ അത്ര ദൂരം നിന്നിട്ടാണ് എന്ത് ചെയ്തത് ജിയാർ ചെയ്യുന്നത്. നമ്മുടെ അടുത്തിട്ടില്ല. ആദത്തിൻ്റെ കാഠിന്യമാണ്. അത് നമ്മൾ പുലർത്തണം. ഈ സദസ്സിലും അതവരുടെ കെസ്പുണ്ടാകും. ബഹുമാനപ്പെട്ട ദാവൂദിലേക്കും തങ്ങൾക്ക് ഒരുപാട് ആധുനികമായ ജില്ലകളുണ്ട് ഇവിടൊക്കെ വരും. അപ്പോൾ അതോടുകൂടി ഇരുന്ന് ദ്വാ ചെയ്യുമ്പോൾ ആമി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്കുണ്ടാകും. അല്ലെങ്കിൽ അതിന് കേട് വന്നു പോകരുത്. അല്ലാഹു തആല നമ്മളെ നല്ല രീതിയിൽ അതിനോടുകൂടി ജീവിച്ച് മഹാന്മാരെ സ്നേഹിച്ച് അവരോട് ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തോന്നിയുമാറാകട്ടെ. ആമീൻ. قدس الله تعالى سره اللذيذ ثم إلى حضرات أرواح أهل الخير كلهم أجمعين. الفاتحة. علم سلطانك سبحانك ما عبدناك حق عبادتك سبحانك ما عرفناك حق معرفتك سبحانك ما ذكرناك حق ذكرك سبحانك ما شكرناك حق شكرك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه هذه صلة وبركة شاملة بعد القبول منا إلى حضرة سيدنا وحبيبنا ومرشدنا ومنجينا وهادينا وقرة أعيننا وثمرة فؤادنا ومصطفانا محمد صلى الله عليه وسلم. اللهم أته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارة به كلهم أجمعين. ثم إلى حضرات أرواح من ماتوا منا من جهة الآباء والأمهات. اللهم اغفر لهم اللهم اغفر لهم اللهم اغفر لهم. ثم إلى حضرات أرواح الأقطاب الأربعة رضي الله تعالى عن كل واحد منهم يا رب العالمين. ثم إلى حضرة شيخنا عطاء الهند خواجة معين الدين الجسري الأجميري قدس الله تعالى سره الذي. ثم إلى حضرة شيخنا وسندنا داوود الحكيم المتبردي قدس الله تعالى سره الذي. ثم إلى أرواح سائر مشايخنا في سلسلة القادرية والدفاعية والنقشبندية وسوربندية وطبقاتية. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا
على عزهم وعلى درجاتهم لديك اللهم انفعنا بهم وبعلومهم وبأسرارهم في الدين والدنيا والآخرة إنك على كل شيء قدير اللهم وبحقهم وبمددهم اللهم حي يا قيوم برحمتك نستغيث ولا تكلنا إلى أنفسنا طرفة عين يا واجب الوجود يا واهب الخير والجود حافظ علينا أنواع رحمتك ويسرنا الوصول إلى كمال معرفتك يا ذا الجلال والإكرام اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون ربنا تقبل. അവസാന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ പരിശുദ്ധമായ ഈ മജ്‌ലിസ്, പ്രത്യേകിച്ച് നമ്മുടെ വൈ അബ്ദുള്ളയുടെ ശംസുൽ ഉലമ അക്കാദമിയുടെ കീഴിൽ നടത്തപ്പെടുന്ന അൽബിർ സ്കൂളുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുതുതായി കൊണ്ടുവന്ന പ്ലേ സ്കൂൾ വിരലിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രം ലഭിച്ചതാണ്. ഈ വർഷം നമ്മുടെ എതിർത്തോട് വെച്ചുകൊണ്ട് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം അൽബിറിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ സംസ്ഥാന അൽബിറിന്റെ കലോത്സവം നമ്മുടെ എതിർത്തോടിൽ വെച്ചുകൊണ്ടാണ് ഈ വർഷമുള്ളത്. അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. അതിനും ക്ഷണിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വന്യരായ എൻ്റെ ഉസ്താദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വന്യരായ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മകനുമായ എല്ലാ മഹാന്മാരും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മനുഷ്യ സജീവമാകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ മാഫായിക്കൊണ്ടവരുടെ ഖബറുകളുടെ ഭാഗത്ത് വിശാലി കൊടുക്കുമാറാവട്ടെ. ഖബറുകളുടെ ഭാഗത്ത് പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഖബറുകളുടെ ഭാഗത്ത് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ഡിസംബർ 25 മുതൽ 28 വരെയാണ് തീരുമാനിച്ചത്. പക്ഷെ ബഹുമാനപ്പെട്ട സീദുൽ ഉലമ കന്യാകുമാരിൽ പുറപ്പെടുന്ന സന്ദേശയാത്ര, 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശയാത്ര 28-ാം തീയതി മംഗലാപുരം സമാപിക്കുന്നത് കൊണ്ട് അന്നത്തെ ദിവസം ഒഴിവാക്കി 29-ലേക്കാണ് ആ പരിപാടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡിസംബർ 25 മുതൽ 29 വരെയാണ് പരിപാടി. 29-ന്റെ അസ്തമിച്ച രാത്രിയാണ് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ. ഈ പ്രാവശ്യം മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കൃത്യം 10 മണിക്ക് കൃത്യം കർണാടകയിൽ മൈക്ക് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ കേസാണ്, മൈക്കാർക്കും കേസാണ്, വേറെ പറയുന്നവർക്കും കേസാണ്, നടത്തുന്നവർക്കും കേസാണ്. അതുകൊണ്ട് തന്നെ മംഗലസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വാദം ആരംഭിക്കും. 10 മണിക്ക് വാദം കഴിഞ്ഞാൽ വാപ്പാൻ്റെ മക്കാമിലുള്ള ഹത്തം തുക 10:30 മണിക്ക് 11 മണിക്ക് മുത്തുമ്പ് തുടങ്ങി ഏകദേശം 2:30 മണിക്ക് തീരുമ്പോൾ അപ്പോൾ തന്നെ ചീരണി കൊടുക്കും. അല്ലെങ്കിൽ സാധാരണ സുബഹിന് ശേഷമാണ് ചീരണി കൊടുക്കാൻ പതിവ്. കുത്തിവെത്ത് എപ്പോഴാണോ തീരുന്നത് ആ സമയത്ത് തന്നെ ചീരണി കൊടുക്കും. കാരണം കുത്തിവെത്തിന് ഏകദേശം 3-4 മണിക്കൂർ എടുക്കും. ആ കുത്തിവെത്ത് കഴിയുമ്പോൾ തന്നെ ചീരണി കൊടുക്കുന്നതായിരിക്കും. അതാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം അല്ലാഹു എല്ലാ പ്രായത്തിലും സന്തോഷവും കഴിവും പ്രകൃതി അല്ലാഹു തീർക്കുമാറാണ്. إنما الأعمال بالنيات وإنما لكل امرئ ما نوى وأما ظهور أمره في بلدة مضبطة من ظل تنجابور في المكان المشهور بوليه ومرجعه فروي أنه كان هناك رجل زارع يزرع الأرض بأنواع الحبوب فبينما هو يحرث تلك الحبوب طلع البدر علينا من ثنيات الوداع وجب الشكر علينا مدى لله داعي
ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽവാൽ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദായി പൗർണമി ചന്ദ്രൻ ഉദിച്ചു വദഇൻ താഴ്വാരം താളിർത്തു ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽക്കാൻ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദായി പൗർണമി ചന്ദ്രൻ ഉദിച്ചു വദഇൻ താഴ്വാരം താളിർത്തു ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽവാൽ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദായി പൗർണമി ചന്ദ്രൻ ഉദിച്ചു വദഇൻ താഴ്വാരം താളിർത്തു ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽക്കുവാൽ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദായി പൗർണമി ചന്ദ്രൻ ഉദിച്ചു വദഇൻ താഴ്വാരം താളിർത്തു ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽക്കുവാൽ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദായി പൗർണമി ചന്ദ്രൻ ഉദിച്ചു വദഇൻ താഴ്വാരം താളിർത്തു ശുക്രാൽ സന്തോഷം പൊഴിച്ചു അന്ത്യനാൾ വരെയും നിലനിൽക്കും ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.